നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മെയ് മാസം 7-ാം തീയതിയാണ് ഇന്ത്യ 9 പാക് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിലുള്ള പ്രവർത്തിക്കുന്ന ഭീകര പ്രവർത്തകരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയത്. ഏതാണ്ട് 20-22 മിനിറ്റ് നീണ്ട സൈനിക നടപടിയിൽ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. മിസൈലുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ ആക്രമണം നടത്തിയത്. ഇന്ത്യ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കുക എന്നത് മാത്രമായിരുന്നു ഉദ്ദേശം. ഞങ്ങൾ സേനാ കേന്ദ്രങ്ങളെയോ സിവിലിയൻ ടാർഗറ്റുകളെയോ ഉന്നമിച്ചിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നു. ഇത് പാകിസ്ഥാൻ മനസ്സിലാക്കിയാൽ നന്ന്. ഇനി തിരിച്ചടിക്ക് മുതിർന്നാൽ ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതിന് പാകിസ്ഥാൻ ഒരു തിരിച്ചടി എന്ന രീതിയിൽ മെയ് മാസം 9-ാം തീയതി അർദ്ധരാത്രിയോടുകൂടി ഇന്ത്യയുടെ വ്യോമ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ചില ആരാധനാലയങ്ങളും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ ആക്രമണങ്ങളെയെല്ലാം ഇന്ത്യ അന്ന് രാത്രി തന്നെ ചെറുത്തു തോൽപ്പിക്കുന്നു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ പറഞ്ഞയച്ച മിസൈലുകളെയും അതുപോലെ തന്നെ ഡ്രോണുകളെയും നിലംപരിശാക്കുന്നു എന്ന് മാത്രമല്ല, യുദ്ധവിമാനങ്ങളെ ഇന്ത്യ തുരത്തിയോടിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പാക് പ്രകോപനമാണ്. ഇന്ത്യ അതിശക്തമായി തന്നെ അന്ന് തിരിച്ചടിക്കുന്നു. അതായത് മെയ് 10-ാം തീയതി രാവിലെ പുലർച്ചെ 1 മണിയോടുകൂടി ഇന്ത്യയുടെ തിരിച്ചടി ആരംഭിക്കുന്നു. ഈ തിരിച്ചടിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്ന ചോദ്യം ചോദിച്ചു നടക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഇന്ത്യയുടേതല്ല, പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ നഷ്ടപ്പെട്ട കണക്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ സേന പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. മെയ് 10-ാം തീയതി അതിരാവിലെ ഏതാണ്ട് 1 മണിയോടുകൂടി ഇന്ത്യ തിരിച്ചടി ആരംഭിക്കുന്നു. ആ തിരിച്ചടി ലക്ഷ്യം വെച്ചത് പാകിസ്ഥാൻ്റെ 4 എയർ ബേസുകളെയായിരുന്നു, 4 വ്യോമ കേന്ദ്രങ്ങളെയായിരുന്നു. ഈ വ്യോമ കേന്ദ്രങ്ങളെയെല്ലാം ഇന്ത്യയുടെ മിസൈലുകൾ തകർത്ത് തരിപ്പണമാക്കി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സ്കാൽപ്പ് മിസൈലുകളും ബ്രഹ്മോസ് മിസൈലുകളുമാണ് ഇന്ത്യ ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത്. സ്കാൽപ്പ് മിസൈലുകൾ തൊടുത്തത് ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനങ്ങളിൽ നിന്നായിരുന്നു. ബ്രഹ്മോസ് യുദ്ധവിമാനങ്ങൾ തൊടുത്തത് ഇന്ത്യയുടെ സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളിൽ നിന്നായിരുന്നു എന്നും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായത് പാകിസ്ഥാൻ്റെ നൂർ ഖാൻ എയർബേസ് തകർത്തു എന്നതാണ്. അതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാക് പ്രധാനമന്ത്രി തന്നെ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി തന്നോട് പറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞത്. നൂർ ഖാനിൽ മാത്രമല്ല, മറ്റ് 3ഓളം വ്യോമ കേന്ദ്രങ്ങൾ അന്ന് തകർത്തു. മാത്രമല്ല, പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ, പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, പാകിസ്ഥാൻ്റെ വ്യോമ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയൊക്കെ ആ ദിവസം ഇന്ത്യ തകർത്തതിൽ പെടുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് പാകിസ്ഥാൻ്റെ ഒരു എയർബോൺ വാർണിംഗ് സിസ്റ്റം, ഈ എയർബോൺ വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വിമാനം തന്നെയാണ്. ഒരു വിവരങ്ങൾ ശേഖരിക്കുക, നിരീക്ഷിക്കുക, ശത്രുവിൻ്റെ വിമാനങ്ങളോ അല്ലെങ്കിൽ ശത്രുവിൻ്റെ മിസൈലുകളോ മറ്റോ അവിടെ നിന്ന് രാജ്യത്തിന് നേരെ വരുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് ഈ എയർബോൺ വാർണിംഗ് സിസ്റ്റം. വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. ആ വിമാനം പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത്. ഒരു ചാരവിമാനം എന്ന് തന്നെ പറയാവുന്ന ഒരു സാധനമാണ് ഈ എയർബോൺ വാർണിംഗ് സിസ്റ്റം. പാകിസ്ഥാൻ്റെ എയർബോൺ വാർണിംഗ് സിസ്റ്റത്തെ അന്ന് ഇന്ത്യ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ എയർബോൺ വാർണിംഗ് സിസ്റ്റം ഒരു കാരണവശാലും ഇന്ത്യയെ ലക്ഷ്യം വെച്ച് വന്നതോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമ അതിർത്തി കടന്നതോ അല്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ വിമാനത്തെ തകർത്തിരിക്കുന്നത്. അതും പാകിസ്ഥാൻ അതിർത്തിക്ക് പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ അതിർത്തിയിൽ നിന്നും ഏതാണ്ട് 315 കിലോമീറ്റർ അകത്ത് പറക്കുകയായിരുന്ന ഈ എയർബോൺ സംവിധാനത്തെയാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ത്യയുടെ സംവിധാനങ്ങളെ നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വിമാനമാണ്. അതായത് ഇന്ത്യ തിരിച്ചടി തുടങ്ങുമ്പോൾ പാകിസ്ഥാൻ്റെ ഒരു വ്യോമ നിരീക്ഷണ സംവിധാനം അന്ന് ആകാശത്തുണ്ടായിരുന്നു. ആ ആകാശത്തെ ഇന്ത്യയുടെ S-400 ഉപയോഗിച്ച് വെടിവെച്ചിട്ടതിന് ശേഷമാണ് ഇന്ത്യ ആക്രമണം തുടങ്ങിയത്. അത് ഇന്ത്യയുടെ ഒരു യുദ്ധതന്ത്രമായിരുന്നു. ആക്രമണം എളുപ്പമാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു എന്ന് വ്യക്തമാണ്. ഈ എയർബോൺ സംവിധാനത്തെ ഇന്ത്യ തകർത്തു. അതും പാകിസ്ഥാനുള്ളിൽ 315 കിലോമീറ്റർ അതിർത്തിക്കുള്ളിൽ പറക്കുകയായിരുന്ന ഒരു വിമാനമാണ്. മാത്രമല്ല, പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുകയും ഗ്രൗണ്ടിലുള്ളതുമായ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിൽ നശിച്ചിട്ടുണ്ട്. അത് ഒരു C-130J യുദ്ധവിമാനം, ഒരു JF-17 എന്ന യുദ്ധവിമാനം, 2 F-16 യുദ്ധവിമാനങ്ങൾ
എന്നിവയാണ് ഇന്ത്യൻ ആക്രമണത്തിൽ അന്ന്, അതായത് ഈ 10-ാം തീയതി വെളുപ്പിന് 1 മണിക്ക് നടന്ന ആക്രമണത്തിൽ തകർന്നത്. മാത്രമല്ല പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ കേൾവി കേട്ട HQ-9 എന്ന സംവിധാനം തന്നെ തകർത്തു. അതൊരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ചൈനയാണ് പാകിസ്ഥാൻ അത് നൽകിയത്. റഷ്യ നിർമ്മിക്കുന്ന S-300 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു ചെറു പതിപ്പാണത്. കുറച്ച് വില കുറഞ്ഞ ഒരു രൂപമാണത്. അതാണ് ഇന്ത്യ തകർത്തത്. അത് ഇന്ത്യയുടെ ആക്രമണങ്ങൾക്ക് എളുപ്പം കൂട്ടാനാണ് അത് തകർത്തിരിക്കുന്നത്. കാമിക്കാസെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കറാച്ചിയിലുള്ള ഈ HQ-9 സംവിധാനത്തെ ഇന്ത്യ തകർത്തെറിഞ്ഞത്. മാത്രമല്ല ഇന്ത്യൻ നേവി കറാച്ചി ആക്രമിക്കാനായി ആ സമയം തന്നെ മുന്നേറുകയും ചെയ്തിരുന്നു. കറാച്ചിയെ ചുട്ടു ചാമ്പലാക്കാനായി ഇന്ത്യൻ നേവി എല്ലാ പടയൊരുക്കങ്ങളും നടത്തി കറാച്ചിയെ ലക്ഷ്യമാക്കി പാഞ്ഞു. പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ അന്ന് തന്നെ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഒരു കാരണവശാലും നേവി പാകിസ്ഥാനെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്നൊരു താക്കീത് തന്നു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ തന്നെ ഇന്ത്യൻ നേവി മുന്നേറുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോഴാണ് പാകിസ്ഥാൻ ഒരു വെടിനിർത്തൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതായത് പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ തകർന്നു, പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർന്നു, പാകിസ്ഥാൻ്റെ വ്യോമ നിരീക്ഷണ സംവിധാനം തകർന്നു. കറാച്ചിയെ ഒന്നടങ്കം ചുട്ടുകരിക്കാനായി ഇന്ത്യൻ നേവി നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു വെടിനിർത്തലിനായി പാകിസ്ഥാൻ അമേരിക്കയെ സമീപിക്കുന്നതും അമേരിക്ക അടക്കമുള്ളവർ പാകിസ്ഥാനെ ഉപദേശിച്ചിട്ട് പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഇന്ത്യയെ തന്നെ നേരിട്ട് വിളിച്ചുകൊണ്ട് വെടിനിർത്തൽ വേണം എന്നാവശ്യപ്പെടുന്നതും ഇന്ത്യ ആ ആവശ്യത്തോട് സമ്മതിക്കുന്നതും. എന്തായാലും ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പോയി, അല്ലെങ്കിൽ ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്നൊക്കെ ചോദിച്ചു വരുന്നവരുടെ ഉള്ളം കൈയിലേക്ക് ഇന്ത്യ ഇപ്പോൾ വച്ചു കൊടുക്കുന്ന കണക്ക് പാകിസ്ഥാൻ എന്ന ശത്രു രാജ്യത്തിന് നഷ്ടപ്പെട്ട വിമാനങ്ങളുടെയും യുദ്ധ ഉപകരണങ്ങളുടെയും കണക്കാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.